നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് വെളിയത്നാട് ആറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. കൂടിയാട്ടത്തിന് ശേഷം 2010 ഡിസംബറിൽ യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപമാണ് മുടിയേറ്റ്. അസുരന്മാരായ ദാരിക ദാനവേന്ദ്രന്മാരെ അമ്മ കാളി നിഗ്രഹിച്ച കഥയാണ് മുടിയേറ്റിന്റെ പ്രമേയം. പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് മുടിയേറ്റ് നടന്നു വരുന്നത്. മുടിയേറ്റിനെ കുറിച്ചും മുടിയേറ്റ് കലാകാരന്മാരെ കുറിച്ചും അണിയറ വിശേഷങ്ങളും അരങ്ങ് ദൃശ്യങ്ങളുമായി മുടിയേറ്റിനെ അടുത്തറിയാം. കളം വരയോടുകൂടി മുടിയേറ്റിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ ആരംഭിക്കുകയായി. സമാന്തരമായി കുരുത്തോലയിൽ അമ്മ കാളിക്കുള്ള തിരുമുടി ഉണ്ടാക്കുകയും അമ്മ കാളിയുടെ കിരീടത്തിലേക്കും അസുരന്മാരായ ദാരിക ദാനവേന്ദ്രന്മാരുടെ കിരീടത്തിലേക്കുമുള്ള പൂമാലകൾ കെട്ടുകയും ചെയ്യുന്നു. ദീപാരാധനയ്ക്ക് ശേഷം മുടിയേറ്റ് നടക്കുന്നുണ്ട് എന്നറിയിക്കുന്നതിനായി ആദ്യത്തെ അലാറം മുഴങ്ങുകയായി. വീക്കുചെണ്ട, ഉരുട്ടുചെണ്ട, ചേങ്ങില എന്നീ വാദ്യങ്ങളുടെ അകമ്പടിയോടെ സന്ധ്യക്കൊട്ട് ശേഷം മേൽശാന്തി കളം പൂജ ചെയ്യുന്നു. അലങ്കരിച്ച പന്തലിൽ പഞ്ചവർണ്ണപ്പൊടിയാൽ തീർത്ത ഭദ്രകാളിക്കളം മേൽശാന്തി പൂജിക്കുന്നതോടുകൂടി ചൈതന്യം വരികയും ശേഷം താലപ്പൊലി, തിരിയൊഴിച്ചിൽ, കളംപാട്ട് എന്നിങ്ങനെ ചടങ്ങുകൾ പോകുന്നു. കളംപാട്ടിന് ശേഷം കളം മായ്ക്കുകയും ആ പഞ്ചവർണ്ണപ്പൊടി പ്രസാദമായി നൽകുകയും ചെയ്യുന്നു. സമാന്തരമായി അണിയറയിൽ ദാരികനും കാളിക്കും നിവേദ്യത്തിനു ശേഷം ചുട്ടി ഊത്തുന്നു. ശേഷം അണിയറയിൽ നിന്നും പകർന്ന ദീപത്താൽ കളിവിളക്ക് തെളിയിക്കുന്നു. ഉടനെ തന്നെ മുടിയേറ്റ് തുടങ്ങുകയായി എന്നറിയിച്ചുകൊണ്ട് മറ്റൊരു അലാറം, കീളികൊട്ട്. അതേസമയം ശിവനും നാരദനും കുറി തൊടുന്നു. കേളികൊട്ടിന്റെ അവസാനം അരങ്ങുവാഴ്ത്തലായി. തുടർന്ന് ശിവനാരദ സംവാദം. എപ്രകാരമാണോ നാരദൻ ശിവനോട് ദാരികന്റെയും ദാനവന്റെയും അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞ് വ്യാകുലപ്പെടുന്നത്, അതിനെ ശരിവയ്ക്കും വിധം ദാരികന്റെ അക്രമോത്സുകമായ പുറപ്പാടാണ്. ശേഷം കാളി പുറപ്പാടാണ്. പരമശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും രൂപം കൊണ്ട ശ്രീ ഭദ്രകാളി ദേവി, ദാരികനെ വധിക്കുവാനായി രൂപം കൊണ്ട ശ്രീ ഭദ്രകാളി. അമ്മ കാളിക്ക് പോർക്കലി ബാധിച്ച ശേഷം ഒരിടവേളയായി. അതേസമയം കോയമ്പിട നായരും ദാനവേന്ദ്രനും കൂളിയും അണിയറയിൽ തയ്യാറാവുന്നു. ശേഷം കാളിയും കോയമ്പിട നായരും കണ്ടുമുട്ടുന്ന രംഗമാണ്. ആ ഒരു രംഗം അവസാനിക്കുന്നതോടുകൂടി പുതിയൊരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുകയായി. കൂളി, മുടിയേറ്റിലെ ഹാസ്യ കഥാപാത്രം. പിന്നീട് കൂളി അമ്മയായ കാളിയെ കണ്ടുമുട്ടുന്നതും അസുരന്മാരായ ദാരിക ദാനവേന്ദ്രന്മാരെ കുറിച്ച് പറയുന്നതും പിന്നെ മുടിയേറ്റിന്റെ ഭാവം യുദ്ധത്തിലേക്ക് മാറുന്നതുമായി. ഘോരമായ യുദ്ധത്തിനൊടുവിൽ ദേവി അസുരന്മാരെ നിഗ്രഹിച്ച ദാരികന്റെ ശിരസുമായി കൈലാസത്തിൽ എത്തിച്ചേരുന്നു. ദാരികാധത്തിന് ശേഷം അന്തമൊഴിഞ്ഞും കുഞ്ഞുങ്ങളെ എടുത്തും തൻ്റെ തിരുമുടി
ഒഴിഞ്ഞും ഭക്തരെ അമ്മ കാളി അനുഗ്രഹിക്കുന്നു. അവസാനമായി വഴിപാട്ടുകാർ ദേവിയുടെ തിരുമുടിക്ക് മുന്നിൽ ദക്ഷിണ സമർപ്പിച്ച് പ്രസാദം വാങ്ങിക്കുകയും കൂടി നിൽക്കുന്ന ഭക്തരും ദേവിക്ക് മുന്നിൽ ദക്ഷിണ വച്ച് പ്രസാദം വാങ്ങിക്കുന്നതോടുകൂടി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പായി. മഹാവിഷ്ണുവിന്റെ ചക്രത്തിന്റെ പ്രഭാവത്താൽ അസുരകുലം പാടെ നശിക്കുകയാണ്. അതിനുശേഷം ദാരുമതിയെന്നും ദാനുമതിയെന്നും രണ്ട് അസുര സ്ത്രീകൾ മാത്രം അവര് പാതാളത്തില് അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ അവരെന്നിട്ട് തപസ് ചെയ്ത് അവർക്ക് വരബലത്താൽ ജനിക്കുന്ന പുത്രന്മാരാണ് ദാരികനും ദാനവേന്ദ്രനും. അവർ മൂലഗണപതിയാണ് തപസ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഈ ദേവന്മാരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഇവരെ പറഞ്ഞ് അമ്മമാരും മനസ്സിലാക്കി അവരെ വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ വിടുകയാണ്. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് ഘോരമായ തപസ്സിന്റെ ഫലമായിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഒരു എന്ത് വരാണ് വേണ്ടത് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് മരണം ഉണ്ടാവരുത്, അല്ലാണ്ട് അങ്ങനെയുള്ള വരം വേണം പറയും. അപ്പൊ അത് പറ്റില്ല, മരണം ഉണ്ടാവണം, എന്തായാലും അത് പ്രകൃതി നിയമമാണ്, വേറെ വല്ലതും ചോദിച്ചോളാൻ പറയും. അന്നേരമാണ് ഞങ്ങളെ പുരുഷന്മാരാൽ വധിക്കപ്പെടരുത്, ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ 1000 ദാരിയന്മാരുണ്ടാവണം. ആ വരം ചോദിച്ചു, അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവര് യുദ്ധം ചെയ്ത് ഘോരമായ യുദ്ധം ആരംഭിച്ചു. അപ്പൊ സപ്തമാതൃക്കളാണ് ആദ്യം യുദ്ധത്തിന് പോകുന്നത്. സപ്തമാതൃക്കൾ യുദ്ധത്തിന് പോയിട്ട് ദേവിയുടെ, അതായത് ദുർഗയുടെ ഈ ശൂലത്തിന്റെ പ്രഭാവത്താൽ ദാരികന് മുറിവേൽക്കുകയും അവിടുന്ന് ഭൂമിയിൽ രക്തം പതിക്കുകയും അനേക ദാരികന്മാരുണ്ടാവുകയും ചെയ്തു. അപ്പോൾ കൊല്ലാൻ സാധിക്കുന്നില്ല. എന്നിട്ട് പിന്നെ ശിവന്റെ അടുക്ക ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് വേതാളി വനത്തിൽ ചെന്ന്, അല്ല അന്നേരമാണ് ഭദ്രകാളി പൂജാതയാവുന്നത്. അതിനുശേഷം അങ്ങനെ വേതാളി വനത്തിലെത്തി വേതാളത്തിന്റെ സഹായത്തോടു കൂടി ദാരികനെ വധിക്കാൻ പറഞ്ഞേക്കാണ്. അങ്ങനെയാണ് വേതാളത്തിന്റെ യുദ്ധത്തിന് സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് ചെന്ന് പറയണത്. വേതാളത്തിന്റെ നാക്ക് പടക്കളത്തിൽ വിരിക്കുകയാണ്. അപ്പൊ രക്തം നിലത്ത് വീഴില്ലല്ലോ. അപ്പൊ ആ രക്തം മുഴുവൻ പാനം ചെയ്യും. അപ്പൊ രക്തം പാനം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വേതാളത്തിന് ഇതിനുള്ള ഒരു കരാർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേതാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാതല് 2 ആനയെ കഴിക്കണം. നാക്കത്തേക്ക് 2 ആനയെ പിടിച്ചെടുത്തിട്ടാണ് പ്രാതല് കഴിക്കുന്നത്. അത്ര ശക്തിയുള്ള സാധനം. 4 ആന 2 കാതിലായിട്ട് തൂക്കിയിട്ടുള്ള ശക്തിയാണ്. അവരാണ് ഈ കാളിയെ പുറത്തിരുത്തിക്കൊണ്ട് വേതാളത്തിന് യുദ്ധം ചെയ്യണം. അപ്പൊ അവർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്തിട്ട് രക്തം, അപ്പൊ എന്താ കരാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പോർക്കളത്തിൽ ആര് വരണോ അവരുടെ രക്തം കുടിച്ചോളാനാണ് തീരുമാനം. അപ്പൊ അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഇവിടെ കിടക്കണു. ഭഗവതി നേരെ ശിരസ്സുമായിട്ട് ശിവന്റെ അടുക്കിലേക്ക് പോണു. അവിടെ ചെന്ന് അങ്ങനെ ആർത്തുല്ലസിച്ച് കുട്ടികളെയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ കൂടുകയാണ്, പോർക്കലിയൊക്കെ ശമിച്ചു കഴിഞ്ഞിട്ട്. അത് കഴിയുമ്പോൾ ദേവിയെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല, ഭൂമിയിൽ അധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് ഓരോ മുക്കിലും മൂലയിലും പോയി അമ്മ സങ്കല്പമായിട്ട് ഇരുന്ന് അവർക്കെല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് നാടിലെ കഷ്ടനഷ്ടങ്ങൾ നീക്കി, അതായത് ദുർമാർഗ ചിന്താഗതികൾ ആർക്കും ഉണ്ടാവാണ്ടും അതുപോലെ ദുർനിമിത്തങ്ങൾ ഉണ്ടാവാണ്ടും നീ സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് അതാണ് ഏറ്റവും കൂടുതൽ അമ്മ സങ്കല്പമാണ് നമ്മുടെ, ഇല്ലേ? കാളി സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രങ്ങളും നശിച്ചു കിടക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പൂജയും കാര്യങ്ങളുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ദാരിയാവതത്തിന് വേണ്ടി മാത്രമാണ് ഭദ്രകാളി ഉണ്ടായത്, വേറൊരു സങ്കല്പമില്ല. നമസ്കാരം. മുടിയേറ്റിനെ പറ്റി ശരിക്കും എന്നെ സംബന്ധിച്ച് ആ വേഷമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പേടി തോന്നണതായിരുന്നു. അതിൽ നിന്ന് ഇവോൾവ് ആയി ഓരോ എന്താണ് ഇവര് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാ ഇവര് ചെയ്യണേ, ഇതിന്റെ അർത്ഥം എന്താ, അങ്ങനെ സംശയങ്ങളായി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ ഒരു ആഗ്രഹം തന്നെ വന്നത് കുറെ സംശയങ്ങളാണ്. അപ്പൊ എന്താ മുടിയേറ്റൻ എന്ന് പറഞ്ഞാൽ എന്ത് കലാരൂപമാണ്? ക്ഷേത്രകലയാണെന്ന് അറിയാം, എന്നാലും അതിന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഐതിഹ്യം പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടോടി നാടകങ്ങൾ, ഡ്രാമയുടെ കാര്യം ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ മുടിയേറ്റുന്ന ഒരു അനുഷ്ഠാന കല അല്ലെങ്കിൽ പാരമ്പര്യ കല, അമ്പലത്തില് ഒരു വഴിപാടൻ ക്ഷേത്രകലയിലെ ഒരു അനുഷ്ഠാന കലയായിട്ടാണ് മുടിയേറ്റിനെ പറയുന്നത്. ക്ഷേത്രകല എന്ന് പറഞ്ഞപ്പോ പാടകം, കൂത്ത്, കൂടിയാട്ടം ഇതൊക്കെ ക്ഷേത്രകലയിൽ വരും. പക്ഷെ അത് ക്ലാസിക്കലിന്റെ ഭാഗമാണ്. ഇത് ലോകധർമ്മി നാട്യധർമ്മി തമ്മിലുള്ള വ്യത്യാസം.
അപ്പൊ ഇത് മുടിയേറ്റം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്, അനുഷ്ഠാനമാണ് ക്ഷേത്രങ്ങളിലെ. അവിടെ ഇപ്പൊ നമ്മൾ അനുഷ്ഠാനം എന്താണെന്ന് ആലോചിക്കണം. നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട പ്രവൃത്തിക്കാണ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. അത് മനുഷ്യനും ഉണ്ട് നിർബന്ധമായിട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും, അത് മനുഷ്യന്റെ അനുഷ്ഠാനമാണ്. ഭാര്യപത്തിലാണ് മുടിയേറ്റം. അപ്പൊ ഈ മുടിയേറ്റം ഏറ്റവും ആദ്യം നമ്മുടെ മലയാള നാടക സങ്കല്പത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു നാടകത്തിൽ വരും. ആ നാടകശാഖകളിലെ ആദ്യത്തെ ഒരു നാടകത്തിൽ. അത് ആദ്യകാലം എന്ന് പറയാൻ ഗവേഷകരുടെ അഭിപ്രായത്തില് കൂത്തിലും കൂടിയാട്ടത്തിനേക്കാളും ഒരു 300 വർഷത്തെ കൂടുതൽ പഴക്കം അവകാശപ്പെടുന്നു. പിന്നെ ഇതിന്റെ സാഹിത്യം നമ്മൾ പഠന വിഷയമാക്കുമ്പോൾ ഇതിന്റെ സാഹിത്യം ചിട്ട ചെയ്തിരിക്കുന്ന 7-ാം നൂറ്റാണ്ടും 14-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കായിരിക്കണം. അപ്പൊ അതിനു മുമ്പ് കലാരൂപമുണ്ട്. പക്ഷെ ആ സാഹിത്യം ചിട്ട ചെയ്ത് അതാണ്. അതങ്ങനെ നമ്മൾ കണക്കാക്കാൻ കാരണം തമിഴും മലയാളവും കൂടി ഉപയോഗിക്കുന്ന ഭാഷ അന്നാണ് കേരളത്തിൽ സംസാരിച്ചിരുന്നത്. അപ്പൊ ഇതിന് വരുന്നത് തമിഴും മലയാളവും കൂടെ കലർന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ടായിരിക്കും ആ കാലഘട്ടത്തിലാണ് ഈ മുടിയേറ്റ് തുടങ്ങിയതെന്ന് നമ്മൾ അനുമാനിക്കാൻ കാരണം. പിന്നെ ദാരിയാവതം കഥയെ പ്രമേയമാക്കിയാണ് അവതരിപ്പിക്കുന്നത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ആ ദാരിയാവതം കഥയെ പ്രമേയമാക്കി അവതരിപ്പിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മിത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം, അതിൽ ധർമ്മം ജയിക്കുക എന്നുള്ളതാണ് ഒരു സന്ദേശം കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ മുടിയേറ്റിന്റെ ഇത് പോണത്. സ്ഥിരം കാണുന്നവരാകുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞാണ്. ചില പുരാണങ്ങളില് കാളികാ പുരാണത്തിലൊക്കെ ഇതെന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാട്ടോ, കാളികാ പുരാണത്തിലൊക്കെ കഥയെ അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ദേവി ഭാഗവതത്തിലൊക്കെ ദാരികനെ വധിച്ചു എന്നല്ലാതെ വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇത് ഈ ദാരികന്റെ ഇത്രയും ഡീറ്റെയിൽഡും ആയിട്ടൊക്കെ വന്നത് ഏത് ബുക്കിനെയൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കാം? ഇത് ബുക്കിന്റെ ഭാഗമായിട്ട് ഒന്നും ആവില്ല. ആദ്യകാലത്തൊന്നും ലിഖിതമില്ല. അതിനു മുമ്പ് ലിഖിതം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ കലാരൂപമുണ്ട്. ഇത് വായ്മൊഴിയായിട്ടാണ് കുറെ കാലങ്ങൾ മുമ്പ് വരെ ഇതിന്റെ സാഹിത്യങ്ങൾ മുഴുവൻ കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് സാഹിത്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. അത് കാരണവന്മാരുടെ കൂടെ ഒരുപാട് നടന്ന് അന്വേഷിച്ച് ഇതിന്റെ സാഹിത്യം മുഴുവൻ കളക്ട് ചെയ്ത ആളാണ്. അങ്ങനെ കുറെ സാഹിത്യം നഷ്ടപ്പെട്ടു. അപ്പൊ ഈ ആരാധനയുടെ ഭാഗമായിട്ട്, അതായത് പണ്ട് കാലത്ത് വായുദേവനെ ആരാധിക്കുക, സൂര്യദേവനെ ആരാധിക്കുക, അങ്ങനെ വിഗ്രഹാരാധന അല്ലെങ്കിൽ രൂപാരാധന വന്ന കാലം മുതൽ ആരാധനയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞതാണ് ഈ മുടിയേറ്റം എന്ന് പറയുന്നത്. മുടിയേറ്റ, പടയണി, തെയ്യം ഇതെല്ലാം അങ്ങനെ വന്നതായിരിക്കും. കാരണം ഇതിനെയൊക്കെ ആരാധിച്ചപ്പോൾ സ്ഥിരതാമസമായിട്ടുള്ള ഇതിനേക്കാളും ഉപരിയായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ആരാധനാമൂർത്തി തങ്ങൾക്ക് വേണം എന്ന് തോന്നിയത് കൊണ്ട് ഭദ്രകാളിയിൽ നിന്നുള്ള സങ്കല്പത്തിലേക്ക് ആരാധന വന്നതായിരിക്കാം. ആ കാലം മുതൽ അവരെ അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ സന്തോഷിപ്പിക്കാനായിട്ട് ഏത് കോലങ്ങളും കെട്ടി ആൾക്കാർ എന്തും ചെയ്യാൻ തയ്യാറെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രീതി കിട്ടുക, ഭഗവതിയുടെ പ്രീതി അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന മൂർത്തിയുടെ പ്രീതി കിട്ടും. അപ്പൊ ദാരിയാവതത്തിന് വേണ്ടിയാണ് ഭദ്രകാളി ജനിച്ചത് എന്നൊരു ഇത് പറയുന്നുണ്ട്. അപ്പൊ അവര് ചെയ്ത പ്രവൃത്തി തന്നെ വീണ്ടും അവതരിപ്പിച്ച് കാണിക്കുക. അതാണ് ദാരിയന്റെ. ഇപ്പൊ ദാരിയാവധം മാത്രമല്ല, ദാരിയന്റെ റോൾ എന്താണെന്ന് അവിടെ പറയുന്നില്ല. അപ്പൊ ആ ദാരിയൻ ഇങ്ങനെ ആയിരുന്നു എന്ന് ജനത്തിന് മനസ്സിലാവണമെങ്കിൽ ദാരിയന്റെ പുറപ്പാട് ഒരു അക്രമാസക്തമായ പുറപ്പാടിനെ ചിത്രീകരിക്കണം. അതുകൊണ്ടാണ് ആ ദാരിയൻ പുറപ്പാട് കാണിക്കുക. അത് തന്നെയല്ല അവിടെ ഡ്രാമയുടെ ഒരു ഭാഗമുണ്ട്. വില്ലനും നായകനും ഒരേ പ്രാധാന്യം ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രാമ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ ഫ്രെയിം ശരിയാവുള്ളൂ. അപ്പൊ കാളി ഭയങ്കര ഗംഭീരമായിട്ട് വരുന്ന എല്ലാവരും കണ്ടു, ദാരികന് ഇവിടെ ഒന്നും അല്ലാത്തൊരവസ്ഥയിലായാൽ ആ ഡ്രാമ വിജയിക്കില്ല. അപ്പൊ അതുകൊണ്ടുകൂടി ആവാം ഇത്. അതിപ്പോ കഥകളിയിലാണെങ്കിൽ ദുര്യോധൻ, ഭീമൻ, അങ്ങനെ ആ രണ്ട് ക്യാരക്ടർ വില്ലനും നായകനും ഒരേ പ്രാധാന്യം വന്നാലേ ഏത് ഡ്രാമയും വിജയിക്കുള്ളൂ, ആ കഥയ്ക്ക് ലോജിക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാവാം ദാരിയൻ പുറപ്പാട് ഇത്രയും കേമമായിട്ട് വന്നത്. ദാരിയന്റെ തപസ് മുതലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ദാരുമതിയും ദാനമതിക്കുന്നായിട്ട് സ്ത്രീകൾക്ക് ജനിക്കുന്ന പുത്രന്മാരാണ്, അതൊക്കെ കഥയുടെ ഭാഗമായിട്ട് ഒരുപാട് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചകഞ്ഞ് മുടിയേറ്റിലേക്ക് കൊണ്ടുവരാറില്ല. അത് അപൂർവം ചോദിക്കുന്ന ആൾക്കാരുടെ പറയാറുള്ളൂ. അപ്പൊ ഇതാണ് ദാരിയന്റെ പുറപ്പാടൊക്കെ വിശദമായിട്ട് കാണിക്കാൻ കാരണം. ഇതെന്തായിരുന്നു, അല്ലെങ്കിൽ ദാരിയൻ ദുർഭരണം നടത്തുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന രീതി കാണിക്കുന്നതാണ്. ഈ അവസാന ഭാഗങ്ങളിൽ മുടിയേറ്റിന്റെ അവസാന ഭാഗത്ത് ദാരിയൻ ഗണപതിക്ക് തനയനാകും ദാരികാ ദാനവേന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിപ്പോഴും ഭയങ്കര ഒരു തർക്കത്തില് അല്ലെങ്കിൽ ചർച്ചയിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഗണപതിയുടെ പുത്രന്മാരാണോ ദാരികാ ദാനവേന്ദ്രാദി എന്ന് പറയുന്നത്, എന്നാൽ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ടാണ് എന്ന് മറ്റൊരു ഭാഗം പറയാം. പക്ഷെ ഇപ്പൊ നമുക്ക് കണക്കാക്കുമ്പോൾ ഞാനിത് രണ്ടും അല്ല, വേറൊരെണ്ണം അതെന്റെ പുസ്തകത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് അതിനെ ഒരു കീറിമുറിച്ച് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടെത്തിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് പുസ്തകം ഇറങ്ങുന്നവരെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം കേട്ടത് ശിവനും പാർവതിയും അച്ഛനും അമ്മയും, ലോകത്തിന്റെ തന്നെ അച്ഛനും അമ്മയും എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പൊ
ഗണപതി, ഗണങ്ങളുടെ പതി എന്നുള്ള രീതിയിൽ അങ്ങനെ പല വ്യാഖ്യാനങ്ങളും നമുക്ക് അതിൽ നിന്ന് എടുക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗണപതിക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ ഇപ്പൊ സാധാരണ ഇതിൽ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ മൂലഗണപതി, ശിവന്റെയും പാർവതിയുടെയും കല്യാണത്തിനും ഗണപതി പൂജ കഴിഞ്ഞിട്ടാവും ഇതുണ്ടായത്. അപ്പൊ മൂലഗണപതി എന്നൊരു സങ്കല്പം എന്നും ഉണ്ട്. എന്തിനും ഗണപതി ഇത് കഴിഞ്ഞിട്ട്, പക്ഷെ ആ ഗണപതി ആയിരിക്കാം ചിലപ്പോൾ തപസ് ചെയ്ത് അങ്ങനെ പുത്രന്മാരുണ്ടായതാവാം, അങ്ങനെ പറയുന്നു. പക്ഷെ ഇതൊന്നും അല്ല, വേറെ രൂപത്തില് കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ അതിന് ലോജിക്ക് വേണം എന്ന് ഉദ്ദേശിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട PhD ഒക്കെ ചെയ്ത ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു റൂട്ടിലേക്കും കൂടെ ഹിസ്റ്ററിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ആ റൂട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ വിഷയങ്ങളും അങ്ങനെ നമ്മൾ പലതും അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അപ്പൊ അന്വേഷിച്ച് പോണത് ഇന്നിപ്പോ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വേറൊരാള് ഇത് കേൾക്കുന്ന ആളത് എടുക്കും. അപ്പൊ അത് ഞാൻ ഇന്നിപ്പോ ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് എൻ്റെ ഒരു പുസ്തകം ഇറങ്ങുന്നവരെ എൻ്റെ സ്വന്തം ആവണം എന്നുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ വലിയ താമസം കൂടാണ്ട് നമുക്കത് പറയാം. പുസ്തകത്തിന് പണിപ്പുരയിലാണോ? പുസ്തകം ഞാൻ 60% എഴുതി നിർത്തിയേക്കാണ്. ബാക്കി ഇപ്പൊ അത് അന്നേരമാണ് സീനിയർ ഫെലോഷിപ്പ് കിട്ടിയത്. സീനിയർ ഫെലോഷിപ്പ് അമ്മദൈവാരാധനയാണ് കൃഷി കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന് 6 മാസം കൂടുമ്പോൾ പേപ്പർ സബ്മിറ്റ് ചെയ്യണം. 50 പേരെങ്കിലും വേണം, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ അതിന്റെ വർക്കായപ്പോ അതവിടെ മാറ്റി വെച്ചേക്കാം. പിന്നെ അത് തന്നെയല്ല, പുസ്തകം 60% നിൽക്കാൻ കാരണം ഈ നമ്മൾ കളിക്കും തോറും അല്ലെങ്കിൽ മുടിയെ കുറിച്ച് അറിയുന്നതോറും വലുതായിക്കൊണ്ടിരിക്കുക, തീരുന്നില്ല. മുടിയേറ്റിലേക്കുള്ള ഉണ്ണിയേട്ടന്റെ ഒക്കെ എൻട്രി എങ്ങനെയായിരുന്നു വെച്ചാൽ, അച്ഛൻ സ്വർഗീയ ശങ്കരൻകുട്ടി മാരാർ, അദ്ദേഹം കാളിവേഷം ഇവിടെയൊക്കെ ധാരാളം കെട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെയാണോ ഗുരുനാഥൻ? തീർച്ചയായിട്ടും. അല്ല, ഞാൻ ജനിച്ചപ്പോ മുതൽ കാണുന്നതാണ്. അന്ന് പിന്നെ ജനിച്ചപ്പോ മുതൽ കാണുന്നു. പിന്നെ കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പരിപാടിക്ക് വന്ന പോലെ അന്നും ചെറുപ്പം മുതൽ വേഷത്തോട് ക്രൈസ് ആയിരുന്നു. പിന്നെ കുറച്ചായി കഴിയുമ്പോൾ കഥകളി പഠിച്ചാലോ എന്ന് ആലോചിച്ചു. അത് പിന്നെ നടക്കാണ്ട് വന്നു. ഇപ്പൊ ആലോചിക്കേണ്ടത് നന്നായി, കുഴപ്പമുണ്ടായില്ല, വേറെ ഇതിനകത്ത് എത്തിപ്പറ്റി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വേഷത്തോടെ ഞാൻ വന്ന കാലഘട്ടത്തിലും വേഷക്കാരുടെ ഒരു ക്ഷാമമുള്ള സമയമായിരുന്നു. ഞാൻ 15-ാമത്തെ വയസ്സിൽ ദാരിയം കിട്ടുന്നത്. 15-ാമത്തെ വയസ്സിൽ പ്രൊഫഷണലായിട്ട് ദാരിയം കിട്ടും. അന്ന് മുതൽ ഒരു 10 വർഷം 25 വയസ്സ് വരെ ദാരിയനും ദാനവും എല്ലാ വേഷവും 6 വേഷം ചെയ്തിട്ടുണ്ട്. ബാക്കി കൂളിയും ചെയ്തിട്ടുണ്ട്. 6 വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാളി കെട്ടുന്നത്. അതെനിക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഈ കാളി കെട്ടുമ്പോ ഇന്നിപ്പോ എല്ലാവരും കാളി കെട്ടാനായിട്ടാണ് മുടിയിലേക്ക് പോകാൻ. അങ്ങനെ ഒരു കാളി കെട്ടാതെ ഒരു കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കും, എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം നല്ലതായിരുന്നു. പക്ഷെ മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നാലും മനസ്സിലാക്കിയിരുന്നാലും ഒരു കേന്ദ്ര കഥാപാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഫോൾട്ടും കൂടെ നമ്മൾ പരിഹരിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത് വേണം. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാനത് അങ്ങനെ ചെയ്യാൻ കാരണം. ഞാൻ 25-ാമത്തെ വയസ്സിൽ കാളിവേഷം കിട്ടി. എത്ര കാളിവേഷങ്ങളൊക്കെ 1650 കാളിവേഷം. 33 വർഷമായി കാളിവേഷം കിട്ടാൻ തുടങ്ങി. അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗുരുനാഥനായിരുന്നു. അല്ല, അച്ഛന്റെ കാളി എന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അണിയറയിലെ ബന്ധുക്കളും അരങ്ങത്തെ ശത്രുക്കളാണ്. ആ അരങ്ങത്തെ ശത്രുക്കളെ പോലെ ഫീൽ ചെയ്തില്ലെങ്കിൽ അവിടെ കലാരൂപം വിജയിക്കില്ല. അത് അങ്ങനെ തന്നെ. പക്ഷെ അവരുടെ അച്ഛൻ, അച്ഛന്റെ സമകാലീനായിട്ട് ബാലന്മാരായിരുന്നു, പുന്നേക്കൽ ബാലന്മാരായിരുന്നു. അച്ഛന്റെ പ്രായം തന്നെ. അച്ഛന് സുഖമില്ലാണ്ട് വന്ന സ്ഥലത്ത് അദ്ദേഹം കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ ഞാൻ ദാരിയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്കുടെ ആ കാരണന്മാർ, അവർക്കുടെ എക്സ്പീരിയൻസ്, അവർക്കുടെ കൂടെ കിട്ടിയതിന്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇന്ന് ഞാൻ ചെയ്യണ്ടെങ്കിൽ അതൊന്നും. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അധികായന്മാരായിരുന്നു. അവർക്ക് അപ്പുറത്തേക്ക് ഒരു പേര് പറയാൻ ഇന്നിപ്പോ ഇല്ല ആർക്കും. അപ്പൊ അങ്ങനെ അവരുടെ കൂടെ കെട്ടിയുള്ളൊരു എന്താ പറഞ്ഞ ആ ഒരു അനുഭവജ്ഞാനം, അല്ലെങ്കിൽ ആ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റുള്ളൂ. അതിന് അവർ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു വളരെ കുറച്ച് തന്നെ കൊണ്ട് പറ്റുള്ളൂ. അവർക്കൊക്കെ എന്ന് പറയാൻ ഭയങ്കര അസാധ്യമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പൊ അതുപോലെ അത് ആ കൂടെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു മെച്ചം ഉണ്ടായി. അപ്പൊ കാരണന്മാരുടെ കൂടെ ചെയ്ത് ഇപ്പൊ ആരും അങ്ങനെ ആ പിള്ളേരാരും ഇപ്പൊ വേഷം കെട്ടണില്ല. അത് ഇത്രയും വർഷങ്ങൾ മുമ്പായത് കാരണം ആരും കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കുറെ കാര്യം മെസ്മറീസങ്ങൾ ഉണ്ട് അതിനകത്ത് കൂടെ, അതൊക്കെ നമുക്ക് കുറച്ച് കിട്ടി. അങ്ങനെ ദാരിക വേഷം കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അരങ്ങത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഏറ്റുദാരികൻ എന്നുള്ളതുണ്ടല്ലോ. ശരിക്കും ഏറ്റുദാരികൻ എന്ന് പറയണത് മുടിയേറ്റായാലും ഏറ്റുദാരികൻ എന്ന് പറയുന്ന സംഭവം ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഏറ്റുദാരികൻ എന്തിനാണെന്ന് ഞാനിങ്ങനെ ആദ്യമൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ പിന്നെ അത് ചിന്തിക്കേണ്ടി വന്നു. പലരും ചോദിച്ചു ഇവിടെ മാത്രമേ ഉള്ളൂ എന്താണ് ഏറ്റുദാരികൻ. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുമാനമാണ്, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പെട്ടെന്നൊരു മുടിയേറ്റ് നടത്താൻ എല്ലാവർക്കും പറ്റില്ല. അപ്പൊ ഒരു ദാരികനെ ബലി കൊടുക്കുന്നതായിട്ട്, ദാരിയാവധമാണല്ലോ അത്. അപ്പൊ ആ ദാരികനെ ബലി കൊടുക്കാനായിട്ട് ഞാനൊരു വഴിപാടായിട്ട് ഒരു ദാരികനെ സമർപ്പിക്കുകയാണ് ഭഗവതിക്ക്, അതിനെ വധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു
രീതിയിൽ ആ ഭഗവതിയുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റുധാരി എന്ന സംഭവം ഉണ്ടായത്. അല്ലാതെ ഏറ്റുധാരി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ തന്നെ ഒരാളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഊഹത്തിലെത്തിയതാണ്. ഇവിടെ മാത്രമുള്ളതാണല്ലേ? ഞാൻ വിചാരിച്ചു പൊതുവിൽ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും. ശരി. അപ്പൊ ഈ ദാരിക വേഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കുട്ടിയിൽ ഈ പറഞ്ഞ പോലെ ഏറ്റുധാരിന് ഏതോ ഒരു വർഷം 3 ഏറ്റുധാരിക ഉണ്ടായപ്പോ ഒരെണ്ണം ഉണ്ണിയേട്ടനായിരുന്നു. അപ്പൊ ഞങ്ങളന്ന് ചെറിയ കുട്ടികളെ അപ്പൊ മനസ്സിലാവില്ല ഇത് ആരെ കെട്ടണേന്നുള്ളത് മനസ്സിലാവില്ല. എന്നിട്ട് അപ്പൊ അന്ന് അച്ചോൾമാരും വരൊക്കെയാണ് പറഞ്ഞത് കാളിയേട്ടനോ ഉണ്ണിച്ചേട്ടനാണെന്നൊക്കെ പറഞ്ഞു തന്നപ്പോ ഞങ്ങൾക്ക് അംഗീകരിക്കാനില്ല കാളി വേഷം കണ്ടിട്ട്. പിന്നെ വേറൊരു വേഷം കാണുമ്പോ അത് ഡൈജസ്റ്റ് ആവണില്ല. അതല്ല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറുമള്ളൂര്, നീണ്ടൂര് അടുത്ത് അവിടെ 21 ദിവസം മുടിയേറ്റ ഒരു വർഷം. അവിടെ ഒരു ദിവസം ഞാൻ ദാരിവേഷം മാറിക്കെട്ടാൻ വേണ്ടിയിട്ട് കെട്ടിയാലും അവിടെ ഉള്ളവർക്ക് പറ്റില്ല. 21 ദിവസം കണ്ടിന്യൂസ് മുടിയേറ്റ. അത് കഴിഞ്ഞിപ്പോ മീനത്തില് പൂരം കഴിഞ്ഞ ഉത്തരത്തിന്റെ ഒന്നും മുടിയേറ്റ് വരും. അത് എത്ര വഴിപാട് വന്നാലും അത്ര നടത്തി 21 വരെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് തുടങ്ങാൻ പോവുകയാണ്. അവിടെ അവര് സമ്മതിക്കില്ല മാറിക്കെട്ടാൻ. ഇപ്പൊ ഒട്ടും സമ്മതിക്കും. നേരത്തെ ഞാനവിടെ കാര്യം കിട്ടുന്നു. ഇപ്പൊ അവർക്കും അവര് പറഞ്ഞ അവർക്ക് അതായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഇപ്പൊ മാറിക്കെട്ടാറുമില്ല. ഒരു സ്പേസ് മാനേജ്മെന്റ് ഇപ്പൊ ചില അമ്പലങ്ങളില് സാധാരണ ഭദ്രകാളി അമ്പലങ്ങളിലാണല്ലോ മുടിയേറ്റ് പതിവ്. അപ്പൊ ചില അമ്പലങ്ങളിലെ സ്പേസ് കുറവായിരിക്കും, ചിലയിടത്ത് നല്ല സ്പേസ് ഉണ്ടാവും. അപ്പൊ ആ സ്ഥലങ്ങളിൽ എല്ലായിടത്തേക്കും എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും വലിയ അമ്പലങ്ങളെ സംബന്ധിച്ച്. അപ്പൊ എങ്ങനെയാ ഒരു സ്പേസ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാ? ഒരു ആർട്ടിസ്റ്റ് അരങ്ങത്ത് ചെന്നാൽ അല്ലെങ്കിൽ ഒരു കലാകാരൻ അരങ്ങത്ത് ചെന്നാൽ അവിടെ അവനൊരു ഫ്രെയിം ഉണ്ടാകും. ആ ഏതിപ്പോ പുറമേലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ കഥകളി പോലെ സ്റ്റേജ് അല്ലെങ്കിൽ നാടൻ പാട്ടൊക്കെ പുറമേലേക്ക് ഇറങ്ങുന്നവരുണ്ട്. ഈ പുറമേലേക്ക് ഇറങ്ങി ചെയ്യുമ്പോഴും അവൻ ആ ഇറങ്ങുന്ന പ്ലേസിൽ അവനൊരു ഫ്രെയിം എടുക്കും. ആ ഫ്രെയിമിന്റെ ഉള്ളിൽ എല്ലായിടത്തും എത്തിച്ചേറ്റാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഈ തിരുമുറ്റത്ത് മൊത്തം നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആളിരിക്കുന്നതും അവൻ കളിക്കുമ്പോൾ ആ വേദി അവിടെ മൊത്തം എത്തി എന്ന് തോന്നത്തക്ക രീതിയില് ഒരു ഫ്രെയിമിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും ഹൈ എന്നൊരു തോന്നല് ജനത്തിൽ വരും. മൊത്തം എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ മാക്സിമം കവർ ചെയ്യാനുള്ളത് ഉണ്ടാവൂലോ. അല്ല, കവർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി കവർ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ അത് ഇപ്പോഴത്തെ ജനത്തിന്റെ മാറ്റം കൊണ്ട് ഈ മരം അറിഞ്ഞ് കൊടിയിടുക എന്ന് കാരണന്മാര് പറയും. എല്ലാ മരത്തേലും കൊടി പിടിക്കില്ല, അതാണ് മരം. അപ്പൊ എല്ലാരും ഇതായിട്ട് ഉൾക്കൊണ്ടോളുന്നില്ല. ചിലരിത് അകലെ നിന്ന് കാണാൻ മാത്രം ഇരിക്കുന്നവരുണ്ടാവും. അവർക്കൊരു ശല്യം ഇല്ലാണ്ട് ഏറ്റവും പുറകെ പോയി കാണാൻ മാത്രം ഇരിക്കും. അവരുടെ അടുത്തേക്ക് നമ്മൾ നിർത്തി പോരും. അവരവിടെ സൈലന്റ് ആയിട്ട് കാണാനിരിക്കുന്നവരാണ്. എന്നാൽ തുള്ളാനും അവർക്ക് അടുത്തൊന്ന് ചെല്ലണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അടുത്ത് നമ്മൾ ചെന്നിരിക്കുക. അത് ഒരു വേഷക്കാരനെ എപ്പോഴും ഒരു പ്രേക്ഷകനെ പഠിക്കുന്ന വിളക്കത്തി ചെല്ലുമ്പോൾ അതിനു മുമ്പ് അവരെ കാണാനില്ല. വേഷക്കാരൻ വേഷം കിട്ടുന്ന അണിയറയില്ല. അവൻ എന്ന ചെണ്ടക്കാരൻ അതിനു മുമ്പ് അവരെ കാണാനില്ല. പക്ഷെ ഒരിക്കലും ഒരു വേഷക്കാരൻ അരങ്ങത്ത് ചെല്ലുമ്പോൾ പ്രേക്ഷകരെ കാണുന്നു. അവന്റെ മുഖത്തുനിന്ന് അവൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം പഠിച്ചത് അതപ്പം ചെയ്യണം. ഞാൻ ഇവിടെ ചെയ്യണവരായിരിക്കില്ല നാളെ ചെയ്യണം. നാളത്തെ പ്രേക്ഷകർ ഇവിടുത്തെ പ്രേക്ഷകരല്ല. ആ പ്രേക്ഷകർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുകയാണ് ഒരു കലാകാരന്റെ ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പഠിച്ചത് ഇന്നോണാണ്, അത് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കലാകാരൻ പരാജയപ്പെടുന്ന എനിക്ക് തോന്നുന്നു. കാരണം അതല്ല, ഏത് കൊച്ചുകുട്ടിയായാലും ഏത് മുതിർന്ന കലാകാരനായാലും അവനവന്റെ മനസ്സിന്റെ ഒരു മനോധർമ്മമുണ്ട്, അല്ലെങ്കിൽ ഓരോ ഐഡിയ ഉണ്ട്. അത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അവന്റെ യഥാർത്ഥ കലാകാരനാണ്. അപ്പോഴേ അത് വിജയിക്കൂ. അതുപോലെ തന്നെ മേളം, അതുപോലെ ചില സ്ഥലങ്ങളിലെ ആൾക്കാർ സൈലന്റ് ആയിരിക്കും ഓഡിയൻസ്, ചില സ്ഥലത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ആക്റ്റീവ് ഓഡിയൻസും അല്ലെങ്കിൽ മേളം ഒക്കെ കൂടി വരുമ്പോ തരുന്ന ഒരു എനർജി ഉണ്ടാവല്ലോ, അതിന്റെ ഒരു ഇമ്പാക്ട് പെർഫോമൻസ്. ആൾക്കാർ ആർക്കും കുരുവായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുമ്പോ അതൊരു പ്രത്യേക എനർജിയാണ്, നമുക്ക് ഒരു പോസിറ്റീവ്. പക്ഷെ ആരും ആർപ്പ് വിളിക്കാൻ വരാത്ത ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. മേളക്കാരും ഞങ്ങൾ മാത്രമുള്ള സ്ഥലം. പക്ഷെ അവിടെ അവരും മുടിയേറ്റ് കാണാനിരിക്കുന്നത് വേറൊരു തലത്തിലാണ്. അപ്പൊ ഈ ഓഡിയൻസ് ഇല്ല എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ ഒരു ലാഗ് വരുത്താൻ പറ്റില്ല. അവിടെ നമ്മള് നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരില്ലാത്ത കാലം, നമ്മുടെ അടുത്ത് നിൽക്കാത്ത കാലത്ത് നമുക്ക് ഹാർഡ് വർക്കാണ്. നമ്മൾ ചെയ്ത് തന്നെ ഉണ്ടാക്കും. മറ്റേ കുറച്ച് അവരുടെ കൂടെ സപ്പോർട്ട് ആകുമ്പോൾ കുറച്ച് ചെയ്ത്, കുറച്ചല്ല അവരോടും കൂടി രണ്ടുപേരുടെ എനർജി ആകുമ്പോൾ നല്ല എനർജിയാണ്. പക്ഷെ ഇത് നമ്മൾ തന്നെ എനർജി ആക്കി അവരിലേക്കും കൂടെ അത് എത്തിച്ചേരണം. മുടിയേറ്റില് മുദ്രാ സമ്പ്രദായം, ഇപ്പൊ കഥകളി അങ്ങനെയൊക്കെ നോക്കുമ്പോ ധാരാളം ഇപ്പൊ മുടിയേറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇപ്പൊ കാളിയുടെ മുടി ഇതാക്കണതും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മുടിയേറ്റില് മുദ്രാ സമ്പ്രദായം ഇല്ല. മുടിയേറ്റിന് മുദ്ര പിന്നെ അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഈ മുദ്ര എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിക്കണം. മുദ്ര കഥകളിയിലോ ഡാൻസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കലാരൂപങ്ങൾ മുദ്രയുണ്ട്. അത് ചിട്ട ചെയ്ത മുദ്ര.
ഇപ്പൊ ഇയാൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഒരു കൈ കൊണ്ടോ മുഖം കൊണ്ടോ ആംഗ്യം കാണിച്ചാൽ അതും മുദ്രയാണ്. പക്ഷെ അത് ലോകധർമ്മിയാണ്. നമ്മൾ സാധാരണ ആൾക്കാർ കാണിക്കുന്നത് ആ ലോകധർമ്മിയുടെ ഇതാണ് മുടിയേറ്റിൽ വരുന്നത്. അപ്പൊ കൈ ചൂണ്ടുന്നത് ഒരാളെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ കൈ ചൂണ്ടും, അത് മുദ്രയാണ്. പക്ഷെ അത് ലോകധർമ്മിയാണ്. മറ്റത് കൈ ചൂണ്ടണതിന് പ്രത്യേകത ഉണ്ട്, ചിട്ട ചെയ്തിട്ടുണ്ട്, ഇന്നോണം വേണം കാണിക്കാനുണ്ട്. അത് നാട്യധർമ്മിയാണ്. അഭിനയത്തിൽ കൂടെ അങ്ങനെ വേണം അത് കാണിക്കാൻ. അപ്പൊ മുദ്രകൾ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ലോകധർമ്മിയുടെ ഭാഗത്തുള്ള മുദ്രകളുണ്ട്. പക്ഷെ മുദ്രയോ മുഹാവരണോ ഇല്ലാത്ത കലാരൂപം എന്നാണ് മുടിയേറ്റിനെ പറയുന്നത്. പക്ഷെ മുദ്ര എന്ന് പറയുമ്പോ ചിട്ട ചെയ്ത മുദ്രയാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ ചിട്ട ചെയ്ത മുദ്രയാണ്. ലോകധർമ്മിയുടെ ഭാഗമായിട്ട് ഒരു കൊച്ചു ജനിച്ച ആദ്യം മുദ്ര കാണിക്കും, അല്ലെങ്കിൽ വരയ്ക്കാനോ അവൻ ആദ്യം നോക്കണം. ഒരു കൊച്ച് പാല് കുടിക്കാൻ കരയണത് അവന്റെ അഭിനയം അവന്റെ മുഖഭാവത്തുനിന്ന് മനസ്സിലാക്കുക അമ്മ ചെയ്യണത്. അവന് അതൊന്നും പഠിച്ചു വെച്ചില്ല, അത് ലോകധർമ്മിയാണ്. അപ്പൊ അതുപോലെയുള്ള മുദ്രകൾ തന്നെയാണ് മുടിയേറ്റിൽ വന്നത്, അതിന്റെ ചിട്ട ചെയ്ത മുദ്രകൾ. ഇത് മുടിയേറ്റൊക്കെ ഏത് നൂറ്റാണ്ടിലൊക്കെ പ്രചാരത്തിൽ വന്നത്? അതേപോലെ ഇത് ആരെ ചിട്ടപ്പെടുത്തി? അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും ഇത് ഒരു ദിവസം കൊണ്ട് ചിട്ട ചെയ്ത സാധനമല്ല. കാലങ്ങൾ മാറി മാറി വന്നപ്പോ ഇങ്ങനെ ആയി വന്നതാണ്. കാരണം അതാണ് ഫോക്ക്. അപ്പൊ നമ്മൾ ഫോക്ക് പഠിക്കണം. ഫോക്ക് എന്നുള്ളത് പഠിച്ചാലേ അതാണ്. അതായത് ഫോക്ക്ലോർ എന്ന് പറയുന്നത് ജനങ്ങൾ എപ്രകാരം മാറിക്കൊണ്ടിരിക്കണം അതോടൊപ്പം സഞ്ചരിക്കുന്ന സാധനം ഫോക്ക്, അതായത് ഫോക്ക്ലോർ. അപ്പൊ ഫോക്ക്ലോർ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്, കൂട്ടം, അറിവ്. ഫോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടം, മറ്റേ അറിവ്. അങ്ങനെ ഒരു ഇത് തന്നെ, ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് ഫോക്ക്ലോർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആരാധനയുടെ ഭാഗമായിട്ട് നിരന്തരം മാറി 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 ഇന്ന് നമ്മൾ കാണുന്ന മുടിയിലേക്ക് എത്താം. അപ്പൊ നമ്മൾ സോപാന സംഗീതം എന്താണ്, ഇന്ന് കാണുന്ന സോപാന സംഗീതം അല്ല ആദ്യം ഉണ്ടായത്, ഒരിക്കലും അല്ല. അത് ഈ പൂജാവേളകളിൽ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഭക്തിയുടെ പാരമ്യത്തെ കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് ആദ്യം സോപാന സംഗീതം തുടങ്ങിയത്. പക്ഷെ ഇന്ന് കേൾക്കുന്ന സ്റ്റേജ് പരിപാടി പോലും ആയിട്ട് മാറിയിട്ട് സോപാന സംഗീതം ഒരുപാട് മാറി. അല്ലെങ്കിൽ കൊട്ടിപ്പാടി സേവ എന്ന് പറഞ്ഞിട്ട് ആ സംഭവം സോപാന സംഗീതം ഒരുപാട് മാറി. അന്ന് പറഞ്ഞ പോലെ എല്ലാ കലാരൂപങ്ങളും ഒരുപാട് മാറ്റം. അത് മുടിയേറ്റെന്നല്ല, എല്ലാത്തിനും എല്ലാ കലാരൂപം മാറ്റം വരാത്ത ഒരു കലാരൂപം ശാശ്വതമല്ല, അത് നശിച്ചു വരുന്നുണ്ടാവും. അപ്പൊ ഈ ഉണ്ണിയേട്ടനൊക്കെ തുടങ്ങിയ സമയത്തും ഇപ്പോഴത്തെ നോക്കുമ്പോ വന്ന ഒരു വലിയ മാറ്റം എന്തെങ്കിലും? ഒരുപാട് മാറ്റം ഞാൻ തന്നെ വരുത്തിയായിരുന്നു. ഒരുപാട് മാറ്റം. ഒന്ന്, ഈ വെള്ള ഉടുത്തുകെട്ടായിരുന്നു ആദ്യം, മാറ്റി തന്നെ ഉടുത്തുകെട്ടുന്ന രീതി. അത് മാറ്റിയിട്ട് സാരിയാക്കിയത് ഞാൻ അതിനകത്ത് ഒരുപാട് വിമർശനങ്ങളും പരാതികളും കേട്ട ആളാണ്. അത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ഇന്നിപ്പോ ഞാൻ ചെയ്യുന്ന ഈ കാളികപ്പാന്റെ മേളങ്ങള് അത് ഞങ്ങളായിട്ട് മാറ്റിയെടുക്കുക. ആദ്യം പഞ്ചാരി 5ാം കാലത്തിലായിരുന്നു, അത് കഴിഞ്ഞ് മുറിയടന്തയിലേക്ക് ആക്കി. മുറിയടന്ത മറ്റു പലരും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങള് ഇത് ചമ്പയുടെ ഒരു ഛായ എന്ന് പറയാനേ പറ്റുമോ, ചമ്പയല്ല പൂർണ്ണമായിട്ടും ചമ്പയുടെ ഒരു ഛായ. അത് ജനം കൂടുതൽ ഏറ്റെടുത്തപ്പോൾ അതായിട്ട് ചെയ്യുന്നു. അപ്പൊ അതിനകത്തുള്ള നടപ്പ് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവം. അതൊരു ക്ലാസിക് നടപ്പാണ്. അത് ഈ കാലങ്ങൾ, അതായത് ജനറേഷൻ മാറുന്നതനുസരിച്ച് പണ്ട് ഈ കലാരൂപം ഒരു നൂറ്റാണ്ടിലും ജനം മറ്റൊരു നൂറ്റാണ്ടിലും ജീവിച്ചാൽ അത് വിജയിക്കില്ല. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ അടൂർ ഭാസിയും ശങ്കരാടിയും കോമഡി പറഞ്ഞിരുന്നു. അവർക്കുടെ കോമഡി ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പിള്ളേര് ചിരിക്കില്ല. അപ്പൊ ഇന്നിപ്പോ ഇന്നത്തെ സുരാജ് ഞാറുമുഖോ അല്ലെങ്കിൽ ഷാനക്കുൽ സലീം അങ്ങനെയുള്ളവർക്ക് കോമഡി ഇന്നത്തെ പിള്ളേർക്ക്. അപ്പൊ ആ ഒരു മാറ്റം എല്ലാത്തിലും ഉണ്ട്.